അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. സുന്നത്ത് നിസ്കാരത്തിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് എന്ന് പറയുന്നത് നിസ്കാരമാണ്. ആ നിസ്കാരത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അത് 5 വഖത്ത് നിസ്കാരം അഥവാ ഫർള് നിസ്കാരമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സുന്നത്താണ്. സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് അത് സുന്നത്ത് നിസ്കാരമാണ്. ഫർളുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഫർള് അത് ഫർള് നിസ്കാരവും ആണ്. എന്തിനാണ് നമുക്ക് സുന്നത്ത് നിസ്കാരങ്ങൾ ശർഅാക്കപ്പെട്ടിട്ടുള്ളത്? ഫർള് നിസ്കാരം അത് നിർബന്ധമാണ്, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, അത് ഫർള് ഐനാണ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രായപൂർത്തിയെത്തിയ ബുദ്ധിയുള്ള വകതിരിവുള്ള ഓരോ മുഅ്മിനിനും നിർബന്ധമായിട്ടുള്ളതാണ് ഫർള് നിസ്കാരം. എന്നാൽ സുന്നത്ത് നിസ്കാരം എന്ന് പറയുമ്പോൾ സുന്നത്താണ്, ഫർളല്ല. അപ്പോൾ എന്തിനാണ് സുന്നത്ത് നിസ്കാരം നമുക്ക് ശർഅാക്കിയിട്ടുള്ളത്? പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് സുന്നത്ത് നിസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഫർള് നിസ്കാരത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ സംഭവിക്കാം, സാധ്യതയുണ്ട്. കാരണം നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ പരിപൂർണമായും ശരിയാണ് എന്ന്, അല്ലെങ്കിൽ അതിലൊരു കളങ്കവും ഒരു പ്രശ്നവും ഇല്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഫർള് നിസ്കാരത്തിൽ എന്തെങ്കിലും പോരായ്മകൾ സംഭവിക്കാം. ഈ സംഭവിക്കാവുന്ന പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സുന്നത്ത് നിസ്കാരം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശർഅാക്കി തന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം, നമ്മൾ ഫർള് നിസ്കാരം നമ്മൾ നിസ്കരിച്ചു, അപ്പോൾ അതിൽ എന്തെങ്കിലും കാരണത്തോടു കൂടെ തന്നെ വല്ല പോരായ്മകളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന പോരായ്മകളുടെ സ്ഥാനത്തേക്ക് സുന്നത്ത് നിസ്കാരങ്ങൾ നമുക്ക് നിർത്താൻ പറ്റും. അതുകൊണ്ടാണ് ഫർള് നിസ്കാരത്തിൻ്റെ മുൻപും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങളും അതുപോലെ മറ്റനേകം സുന്നത്ത് നിസ്കാരങ്ങളും നമുക്ക് ദീനിൽ ശർഅാക്കപ്പെട്ടിട്ടുള്ളത്. സുന്നത്ത് നിസ്കാരങ്ങൾ 2 വിധത്തിലുണ്ട്. ഒന്ന്, മുത്ലഖായ സുന്നത്ത് നിസ്കാരം. എന്താണ് ഈ മുത്ലഖായ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ? സമയത്തിനോടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണത്തോടോ ബന്ധിക്കപ്പെടാത്ത നിസ്കാരം, നിരുപാധികമുള്ള നിസ്കാരം, അതാണ് മുത്ലഖായ സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഒന്നെങ്കിൽ സമയത്തോട് അല്ലെങ്കിൽ കാരണത്തോട് ബന്ധിപ്പിച്ചുള്ള സുന്നത്ത് നിസ്കാരം. ഇങ്ങനെ സുന്നത്ത് നിസ്കാരം 2 വിധത്തിലാണ്. ഒന്ന് മുത്ലഖായ സുന്നത്ത് നിസ്കാരം, മറ്റൊന്ന് മുഖയ്യദായ സുന്നത്ത് നിസ്കാരം. മുത്ലഖായ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ സമയത്തോടോ അല്ലെങ്കിൽ കാരണത്തോടോ ബന്ധിക്കാത്തത്. മുഖയ്യദായ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ സമയത്തോടോ കാരണത്തോടോ ബന്ധിച്ച നിസ്കാരം. അപ്പോൾ ഈ മുത്ലഖായ നിസ്കാരം എപ്പോഴൊക്കെ നിസ്കരിക്കാം? പ്രത്യേകിച്ച് ഒരു സമയത്തോടോ കാരണത്തോടോ ബന്ധിക്കാത്ത സുന്നത്ത് നിസ്കാരം എപ്പോഴൊക്കെ നമുക്ക് നിർവഹിക്കാം. നിസ്കാരം കറാഹത്തല്ലാത്ത എല്ലാ സമയത്തും നമുക്ക് മുത്ലഖായ സുന്നത്ത് നിസ്കാരം നിർവഹിക്കാവുന്നതാണ്. അപ്പം മുത്ലഖായ സുന്നത്ത് നിസ്കാരത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം എന്ന് പറയുന്നത് 1 റക്അത്താണ്. അതിൻ്റെ അധികരിച്ചത് എത്രയും ആകാം, അതിന് ലിമിറ്റില്ല, ലിമിറ്റ്ലെസ് ആണ്. എത്ര വേണമെങ്കിലും നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. എന്നിരുന്നാലും ഏറ്റവും ശ്രേഷ്ഠമാകുന്നത് ഓരോ 2 റക്അത്തിലും സലാം വീട്ടലാണ് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതുപോലെ തന്നെ മുത്ലഖായ സുന്നത്ത് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തും ഇല്ല. ഇനി സമയത്തോടോ അല്ലെങ്കിൽ കാരണത്തോടോ ബന്ധിതമായ സുന്നത്ത് നിസ്കാരം അഥവാ മുഖയ്യദായ സുന്നത്ത് നിസ്കാരം, അത് 2 വിധത്തിലുണ്ട്. ഒന്ന്, ജമാഅത്ത് സുന്നത്താകുന്ന സുന്നത്ത് നിസ്കാരവും, മറ്റൊന്ന് ജമാഅത്ത് സുന്നത്താകാത്ത സുന്നത്ത് നിസ്കാരവും. കാരണത്തോടോ അല്ലെങ്കിൽ സമയത്തോടോ ബന്ധിതമായ സുന്നത്ത് നിസ്കാരം 2 വിധത്തിലാണ്. ഒന്ന് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരം, മറ്റൊന്ന് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരവും ആണ്. ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.